ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ പേഴ്സുകളും കുറച്ച് മീഡിയം സൈസ് പേഴ്സ്, പിന്നെ അതിനേക്കാൾ കുറച്ച് വലിപ്പം കൂടിയ പേഴ്സും രണ്ട് ചെറിയ ഷോൾഡർ ബാഗുകളും നമുക്ക് കാണാം. ഓരോന്നായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വരുന്ന പേഴ്സ് ഇത് മുമ്പ് കാണിച്ചിരുന്ന ഒരു പേഴ്സാണ്. അന്ന് ഇല്ലാതിരുന്ന ഒരു ഷെയ്ഡാണ് ഇത്. ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാർഡുകൾ വെക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഈ സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പൈസ വെക്കാം. നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവാണ്, അടുത്തുള്ള സ്ഥലത്തേക്ക് പോവാണ്, മൊബൈലൊന്നും വേണ്ട, അങ്ങനെയുള്ളവർക്ക് ഒരു പേഴ്സ് മാത്രം, പൈസ മാത്രം വെച്ചാൽ മതി എന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വരുന്നൊരു പേഴ്സാണ്. അതുപോലെ ഇതിൽ ഒരു സ്ലിങ് ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സ്ലിങ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്ന പേഴ്സാണ്. കുറേ പേഴ്സുകൾ ഇങ്ങനത്തെ വിറ്റ് പോയിരുന്ന പേഴ്സാണ്. പക്ഷെ ഇപ്പോഴും കുറേ പേര് ഇങ്ങനത്തെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 220, 220. ഇതിൽ വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു പൗഡർ ബ്ലൂ ഗ്രേ കളറാണ്. ഇതൊരു പൗഡർ ഗ്രീൻ കളറാണ്. ഇത് ഒരു നല്ലൊരു ഐവറി എന്നല്ല, നല്ലൊരു ബീജ് ഷെയ്ഡ്. എന്നാൽ ഡാർക്ക് ബീജിലേക്ക് പോവും വേണ്ട, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണിത്. ഇതിൽ തന്നെ ഈ ഷെയ്ഡിൽ തന്നെ 3 ഡിസൈനാണ് വരുന്നത്. ഇത് ഇതുപോലെയാണ്. പിന്നത്തെ വരുന്നത് ഞാൻ കാണിച്ചിരുന്നത് പോലെ. പിന്നെ ഇങ്ങനെ ഉള്ള 3 ഡിസൈനിലാണ് ഈ ഷെയ്ഡിൽ വരുന്നത്. നല്ല പേഴ്സുകളാണ്, നല്ല കുഞ്ഞു പേഴ്സാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 220. നെക്സ്റ്റ് പേഴ്സ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മൗ കളറിൽ ഇതുപോലെ ഒരു ഫ്ലവറിന്റെ ഒക്കെ ഡിസൈനാണ്. ഇവിടെ ഒരു പ്രസ് ബട്ടൺ ആണ്. ഇത് ഓപ്പൺ ചെയ്യാതാ. ഇതിന്റെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഈ വശത്ത് നമുക്ക് കാർഡുകൾ വെക്കാം, ഈ ഭാഗത്ത് നമുക്ക് കാർഡുകൾ വെക്കാം. രണ്ട് വശത്തും കാർഡ് വെക്കാം. സെന്ററിലാണ് ഒരു പോക്കറ്റ് വരുന്നത്. അത് ഇതുപോലെ തുറക്കാം. ഇതിന്റെ ഉള്ളിൽ പൈസയും വെക്കാം. ഇത് നമുക്ക് 2 പോർഷൻ ഇങ്ങനെ കാർഡുകൾ വെക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. സിബിഡ നമ്മളിങ്ങനെ അടച്ചു വെക്കാം. നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പേഴ്സാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 300. ഇനി ഇതൊരു ഡാർക്ക് മൗ കളറാണ്. ഇത് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. ഇത് ബ്ലാക്ക് ഷെയ്ഡ്. ഇങ്ങനെ ഇത്രയും ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 300 രൂപ, 300. നെക്സ്റ്റ് പേഴ്സ് വരുന്നത് ഇതുപോലെ ഒരു കോഫി ബ്രൗൺ. ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറ്. ഇതിൽ ഇങ്ങനെ ഒരു എന്താ പറയാ, ജോമെട്രിക്കൽ പാറ്റേൺ പോലെയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ 2 പാർട്ടീഷനാണ് വന്നിരിക്കുന്നത്. 2 സിബ് ഉണ്ട്. ഇതുപോലെ ഇതിലും 2 പോർഷൻ ഉണ്ട്, ഇവിടെയും 2 പോർഷൻ ഉണ്ട്. ഇഷ്ടം പോലെ അറകളാണ് നമുക്ക് പൈസ വെക്കാനായിട്ട്. പൈസ വെക്കാൻ, കാർഡ് വെക്കുകയൊക്കെ ചെയ്യാട്ടതെ. ഇതിന്റെ ഈ സൈഡിലും വീണ്ടും നമുക്ക് കാർഡും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റൂട്ടോ. 2 വശത്തും ഉണ്ട്. ഇതിന്റെ ഷെയ്ഡുകൾ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ബീജ് കളർ. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 270, 270. നെക്സ്റ്റ് പേഴ്സ് വരുന്നത് ഇത് ഒരു ഗ്രേ കളറാണ്. ഗ്രേ കളറിൽ ഇതുപോലൊരു ഇത് എന്താ പറയാ, നമുക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് തരുന്ന സ്റ്റോൺ അല്ല, പക്ഷെ അതുപോലത്തെ ഒരു മോഡലിലുള്ള മെറ്റലിന്റെ ഒരു ചെറിയ ചെറിയ പോൾക്ക ഡോട്ട്സ് പോലെ മെറ്റലിന്റെ ചെറിയ ഇതാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ ഇതിന് ഒരു സിംഗിൾ പോക്കറ്റ് ആണ് ഉള്ളത്. ഇത് ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിൽ വീണ്ടും 2 സ്ഥലത്ത് സെന്ററിൽ ഒരു സിബും ഉണ്ട്, 2 പാർട്ടീഷനും ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഇതിൽ വരുന്ന ഷെയ്ഡുകൾ പിന്നെ വരുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്. ഇതിന്റെ റേറ്റ് വരുന്നത് 240, 240. ഇത് നെക്സ്റ്റ് പേഴ്സ്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു പേഴ്സാണ്. നേരത്തെ കാണിച്ച പേഴ്സുകളുടെ ഒന്നും വലിപ്പമില്ല. എന്നാൽ ചെറിയ പേഴ്സിനേക്കാൾ വലിപ്പം കൂടുതലും നേരത്തെ കാണിച്ച പേഴ്സിനേക്കാൾ വലിപ്പം കുറവും, അങ്ങനെ ഉള്ളൊരു വലിപ്പമാണ് ഈ പേഴ്സിന് വന്നിരിക്കുന്നത്.
ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ സെയിൽ ചെയ്തിരുന്നത് 280 രൂപയ്ക്കാണ്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സുകളുടെ റേറ്റ് കൂടി. അതുകൊണ്ട് ഈ പേഴ്സിന് 300 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് നല്ലൊരു ബീജ് ഷെയ്ഡ്. ഇവിടെ ഒരു പ്രസ് ബട്ടൺ ആണ്, ഇത് തുറക്കാം. ഇതാ ഇതില് ഇവിടെയും കാർഡുകൾ വെക്കാം, ഇതിന്റെ ഉള്ളിൽ നമുക്ക് പൈസ വെക്കാം. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു സിപ്പ് പോക്കറ്റ് ആണ് ഉള്ളത്. അത് തുറന്നു കഴിയുമ്പോൾ വീണ്ടും 2 പോർഷനായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലും നമുക്ക് പൈസകൾ വെക്കാം. നല്ല ഒരു സ്റ്റാൻഡേർഡ് കളറാണ്, നല്ലൊരു പേഴ്സാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 300 രൂപ. ഇതിൽ വരുന്ന ഷെയ്ഡുകൾ ഇതാ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡില്. ഇതിന്റെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പായ നെയ്തത് പോലെയുള്ള ഒരു ഡിസൈനാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ പേഴ്സിന് ഇവിടെ വന്നപ്പോൾ വേറെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു പൗഡർ ബ്ലൂ കളറാണ്. പിന്നെ അതുപോലെ വേറൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇങ്ങനെ 4 ഷെയ്ഡാണ് ഈ പേഴ്സിലുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 300 രൂപ, 300. നെക്സ്റ്റ് പേഴ്സ് വന്നിരിക്കുന്നത് ദാ ഇതുപോലെ ഒരു ചിക്കു കളറിൽ വന്നിരിക്കുന്ന ഒരു പേഴ്സാണ്. ഇതിന് പുറത്ത് ഇങ്ങനെ ഒരു സിബ് ഉണ്ട്. പിന്നെ ഇതിലൊരു സെന്റർ സിബാണ് പോയിരിക്കുന്നത്. ഇതും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു സിബാണ് കേട്ടോ. ഈ സെന്ററിൽ ഒരു സിബാണ് കണ്ടോ. അത് കൂടാതെ 2 വശത്തും ഇതുപോലെ 2 പോർഷനാണ് ഉള്ളത്. അതിലും നമുക്ക് കാർഡുകൾ വെക്കണമെങ്കിൽ ഇവിടെ 2 കള്ളിയിലും സൈഡിൽ കാർഡുകൾ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പൈസ വെക്കാം. ഇത് ഇവിടെ കൊളുത്തിയിട്ട് ഇങ്ങനെ ഞാട്ടി പിടിക്കുകയും ചെയ്യാം. ഇതിൽ വരുന്നത് 3 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്, പിന്നെ വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇങ്ങനെ 3 ഷെയ്ഡ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280, 280. നെക്സ്റ്റ് പേഴ്സ് വരുന്നത് ഇതാ ഫ്രണ്ടിൽ വരുന്നത് ഇതുപോലെ ഒരു ഡിസൈൻ ആണ്. ഇത് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ്. ബാക്ക് സൈഡിലാണ് കോഫി ബ്രൗൺ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു ചിക്കു കളറും ബ്ലാക്ക് കളറും ഇങ്ങനെ ഇടവിട്ട് ഇതുപോലത്തെ ഒരു കള്ളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു സെന്റർ സിബ് മാത്രമാണ് ഉള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള പേഴ്സുകളിലെ പോലെ തന്നെ ഇതാ ഇവിടെ സെന്ററിലും ഒരു സിബാണ്. പിന്നെ ഇങ്ങനെ 2 കള്ളി ഉണ്ട്. അതിൽ നമുക്ക് കാർഡും വെക്കാം, പൈസയും വെക്കാം. പിന്നെ ഇങ്ങനെ ഞാട്ടി പിടിക്കണമെങ്കിൽ ഇത് നമ്മൾ കൊളുത്തിട്ടാൽ മതി. ഇതിൽ വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കാണിച്ചത് കോഫി ബ്രൗൺ ആണ്. പിന്നത്തത് വരുന്നത് ഇതാ ഒരു ചിക്കു ഷെയ്ഡാണ്. പിന്നത്തത് വരുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഇതിലുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 245, 245. ഇനി കുറെ മുമ്പ് ഞാൻ കോയിൻ പേഴ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് 2 തരം കോയിൻ പേഴ്സുകളാണ് കാണിച്ചിരുന്നത്. ഒന്ന് റെക്സിന്റെ കോയിൻ പേഴ്സ് 100 രൂപയുടെയും ഒരെണ്ണം ലെതറിന്റെ കോയിൻ പേഴ്സ് 150 രൂപയുടെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ആ പേഴ്സുകൾ ഒന്നും അവൈലബിൾ അല്ല, കിട്ടാനില്ല അന്വേഷിച്ചിട്ട്. അന്ന് കാണിച്ച പേഴ്സിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള പേഴ്സാണ് ഇത്. ഇതൊക്കെ ലെതറിന്റെ പേഴ്സുകളാണ്. ഇത് 3 ഷെയ്ഡാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതാ 3 ഷെയ്ഡിലാണ് ഈ പേഴ്സുകൾ വന്നിരിക്കുന്നത്. ഇതിന് ഇതാ പുറത്തു കൂടി ഒരു ചെറിയൊരു പൗച്ച് ഉണ്ട്. പുറത്തുണ്ട് ഒരു സിബ്, പിന്നെ ഒരു സെന്റർ സിബ്. അതിൽ കൊള്ളുന്നതിനേക്കാൾ ഇച്ചിരിയും കൂടി ഒരു നോട്ടൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. മുമ്പ് കാണിച്ചതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ട് കേട്ടോ. ആരൊക്കെയോ പറഞ്ഞു സൈസ് ഇഞ്ച് എത്രയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഇത് മനസ്സിലാവണില്ല വീഡിയോയിൽ കാണിക്കുമ്പോൾ. ഇതിൽ കാണിക്കുന്ന വലിപ്പം എത്രയാണോ അതേ സെയിം വലിപ്പം തന്നെയാണോ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. ഇത് ലെതറാണ്. 3 ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളൂ. നിസ്സാര പീസുകളേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പം ഇങ്ങനെ 3 ഷെയ്ഡാണ് ഉള്ളത്. ഈ ബാഗ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറി ആയിരുന്നു ഈ ബാഗുകൾക്ക്. അപ്പൊ അന്ന് കാണിക്കാത്ത കുറച്ച് ഷെയ്ഡുകൾ ഇപ്പൊ കിട്ടി. അപ്പൊ ഞാൻ അത് കാണിക്കുന്നതാണ്. ഇതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് കേട്ടോ ഉള്ളൂ. എന്നാലും ഞാൻ കിട്ടിയ ഷെയ്ഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനിന്റെ ടിന്റ് ഉണ്ട്, ഗ്രേയുടെ ടിന്റ് ഉണ്ട്. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ഒരു റയർ ഷെയ്ഡാണിത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതുപോലെ, ബാക്ക് സൈഡ് ഇതാ ഒരു കള്ളി ഇവിടെ ഉണ്ട്. അത് കൂടാതെ ഇതിന് 2 കള്ളി വേറെ ഉണ്ട്. ഇനി ഈ 2 കള്ളിയും കൂടാതെ ഇതാ നടുവിൽ കണ്ടോ, ഇത് ഇവിടെയും നമുക്ക് എന്തെങ്കിലും സാധനം വെക്കാം. ഇത് നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും.
ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. ഇനി ഇതിൽ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരെണ്ണം ഒരു ബ്രൗൺ ഷെയ്ഡാണ്, വേറൊരെണ്ണം ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്, പിന്നെ വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്. ഇങ്ങനെ 4 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 380, 380. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ലെതർ ബാഗാണ്. ഇത് സിംഗിൾ പീസാണ്. കുറേ കസ്റ്റമേഴ്സ് ലെതറിന്റെ ബാഗ് ചോദിച്ചു, കിട്ടാനില്ല ലെതറിന്റെ ബാഗുകൾ. അപ്പോൾ ഞാൻ അവിടെ കണ്ട സിംഗിൾ പീസ് ആയാലും ഓരോന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന ഒരു ഷോൾഡർ ബാഗാണ്. ഇതാ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ഇത് നല്ലൊരു ടാൻ ബ്രൗൺ എന്നോ ഒക്കെ പറയാം. നല്ല ഭംഗിയുള്ളതാണ്. ഇതാ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ 2 സിബാണ്, 2 പോക്കറ്റാണ് ഉള്ളത്. കണ്ടോ, ഇതിലിപ്പോൾ നിറച്ച് ഈ കടലാസൊക്കെ കുത്തി വെച്ചിരിക്കുന്നത് കാരണമാണ്. ഇതാ 2 സിബ്. ഇതിന്റെ ഉള്ളില് വീണ്ടും ഇതാ ചെറിയ കള്ളിയുണ്ട് ഉള്ളില്. കണ്ടോ, ഇത് ലെതറിൽ വരുന്ന ബാഗാണ് കേട്ടോ, പ്യുവർ ലെതർ ആണ്. നല്ല ബാഗാണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഈ ബാഗിന്. ഇതാ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ബാഗാണ്. ഇതാ കണ്ട 2 പോർഷൻ, ഇത്രയും വീതിയുണ്ട്. നല്ലൊരു ബാഗാണ്. ഇതിന് പുറത്ത് മാർക്കറ്റിൽ വില നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, 2000-നും 3000-നും ഇടയിലാണ് ഈ ബാഗുകൾ വിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ ബാഗ് തരുന്നത് വെറും 1900 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നതും ഒരു ലെതർ ബാഗ് തന്നെയാണ്. ഇത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ബാക്ക് സൈഡ് ആണ് കേട്ടോ. ഇത് ബാക്ക് സൈഡ് ആണ്. ഇവിടെ ഒരു സിബ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ദാ ഇതുപോലെ ഉള്ള ഒരു പാറ്റേൺ ആണ്. ഇത് പ്രസ് ബട്ടൺ ആണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ദാ ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇത് നമുക്ക് സ്ലിംഗ് ബാഗായിട്ട്, ഷോൾഡർ ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലിംഗ് ഇതിന്റെ ഉള്ളിൽ ചുരുട്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ഉണ്ടോ, നല്ല ലെങ്ത് ഉള്ള ഷോൾഡർ ബാഗാണ് കേട്ടോ. നല്ല ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന ഒരു ഷോൾഡർ ബാഗാണ്. അതുപോലെ നമുക്ക് സൈഡ് ബാഗ്, ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ സൈഡ് ബാഗായിട്ട് നമുക്ക് ഇത് ഇടാൻ പറ്റുന്നതാണ്. ഇതില് സിംഗിൾ കള്ളിയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇത് നമുക്ക് എന്തോ വീതി കൂട്ടണമെങ്കിൽ കുറച്ചും കൂടിയും ഇത് അഴിച്ചിട്ട്, ഈ പുറമേ ഉള്ള ഈ സിബ് ഇങ്ങനെ അഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് വീതി കൂടും സാധനങ്ങൾ വെക്കുമ്പോൾ കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 1600 രൂപയാണ്, 1600. ഇതില് 3 ഷെയ്ഡാണുള്ളത്. ഇപ്പൊ ഈ കാണിച്ചത് കോഫി ബ്രൗൺ ഷെയ്ഡ്. പിന്നത്തെ ഷെയ്ഡ് വരുന്നത് ഈ ഷെയ്ഡാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇങ്ങനെ. പിന്നത്തെ ഒരു ഷെയ്ഡ് വരുന്നത് ഇതുപോലെയാണ്. ബാക്ക് സൈഡ് ഫ്രണ്ടിൽ വരുന്നത് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡുകളാണ് ഇതിലുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1600 രൂപ, 1600. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്